ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടൂർണമെൻറ്റ് പറപ്പിക്കാനായിട്ട് നമ്മൾ പ്രാവുകളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിന് ചിലപ്പോൾ ക്ലൈമറ്റ് ടൂർണമെൻറ്റിന് മുമ്പായിട്ട് ക്ലൈമറ്റ് ശരിയല്ല, പ്രാവിന് ക്ലൈമറ്റ് ശരിയല്ല എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, മഴയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറപ്പിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ടേണ ഓട്ടിക്കുന്ന സമയങ്ങളിലായിരിക്കും, ടേണ ഓട്ടിച്ച് ഏകദേശം ടൈമിലോട്ട് വന്ന പ്രാക്കൾ കറക്റ്റായിട്ട് ആ പ്രാക്കൾക്ക് വീണ്ടും ടേണ കൊടുക്കാൻ പറ്റിയില്ല, റെസ്റ്റ് കൂടി പോകുന്നു, അങ്ങനെയുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ റെസ്റ്റ് കൂടിയ പ്രാവുകളെ വീണ്ടും വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രാവുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുമോ, അല്ലെ വീണ്ടും പറവ കുറയോ, അതോ അതേ ടൈം പറന്നു തരുമോ എന്നൊക്കെ ഉള്ള ഉത്കണ്ഠയും പ്രശ്നങ്ങളൊക്കെ മാനസികാവസ്ഥ എല്ലാവരുടെ മനസ്സിലും ചിലപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്കിപ്പോൾ ടേനിലോട്ട് വരുന്ന പ്രാവക്ക് വെയിൽ കൊടുക്കാൻ പറ്റിയില്ല. വെയിലെന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഒരു ഘടകമാണ്. പറന്ന് കൊണ്ടിരിക്കുന്ന പ്രാക്കൾക്ക് വെയിൽ കൊടുക്കണം. വെയിൽ കൊടുത്താൽ മാത്രമേ ആ പ്രാവുകൾ കറക്റ്റായിട്ടുള്ള നമ്മളെ ഉദ്ദേശിക്കുന്ന ടൈമിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുള്ളൂ. വെയിൽ കൊടുക്കാതെ ഒരു പ്രാവും നല്ലൊരു ടൈം പറപ്പിക്കാനും പറ്റില്ല. കാര്യം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, വെയിൽ കൊടുക്കുന്നത് വേറൊന്നുമല്ല, ബോഡി ടൈറ്റ് ആവാനും എക്സ്ട്രാ, അതായത് അതിൻ്റെ ഫുഡ് നമ്മൾ കൊടുക്കുന്ന ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡുകൾ കൊടുക്കുമ്പോൾ അപ്പോൾ അത് വെയിലൊക്കെ കൊണ്ട് കറക്റ്റ് ചെയ്ത് ബോഡി ഫിറ്റ് ആവാനും, പിന്നെ വെയിലിനെ പ്രതിരോധിച്ച് നിന്ന് പറക്കുന്ന ആ ഒരു ഇത് കുറേ ദിവസം പ്രാവിൻ്റെ ബോഡി പെട്ടെന്ന് ചേഞ്ച് ആവും. ഉടനെ തന്നെ കുറേ ദിവസം വെയിൽ കൊണ്ടില്ലെങ്കിൽ വീണ്ടും പ്രാവിൻ്റെ ബോഡി അടുത്ത് വെയിലിടുമ്പോൾ തളരും, പെട്ടെന്ന് ടയേർഡ് ആവും പ്രാവ്. അത് ആ ഒരു ടൈം കറക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെയിൽ പ്രാവിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം മുതൽ ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് വരെ നമ്മൾ ഈ വെയിൽ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ കൊടുക്കാൻ കാര്യം, ഒറ്റ സ്റ്റെപ്പിൽ പ്രാവിൻ്റെ ബോഡി ഒരിക്കലും അത് സ്വീകരിക്കില്ല. ഇത്രയും വലിയ ബോഡി അതിനെ കൂടെ താങ്ങാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ക്രമേണ നമ്മൾ ആ വെയിലിനെ കൊടുത്ത് വലിയ പറവയിലോട്ട് കൊണ്ടുവരുന്നതോറും വെയിലും അത്തരത്തിൽ മാറ്റി 1 മണിക്കൂർ 2 മണിക്കൂർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടുമ്പോൾ ആ പ്രാവിൻ്റെ ബോഡി അത് അംഗീകരിച്ചോളും. ആ ഒരു വെയിൽ അത് സ്വീകരിക്കും, അതിൻ്റെ ബോഡി വേറെ കുഴപ്പമില്ലാണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം കുറേ ദിവസം വെയിൽ കൊടുക്കാതെ അല്ലെങ്കിൽ പറപ്പിക്കാതെ ഇട്ടുന്ന പ്രാവുകളും, എന്തുകൊണ്ടാണ് ആ പ്രാവുകൾ ഇപ്പം ഫുൾ ടൈം ഓടിയ പ്രാവ് 1 മാസം നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാൽ ചിലപ്പോൾ അത് വീണ്ടും 2-3 മണിക്കൂറേ പറക്കുള്ളൂ. നല്ല പ്രാവുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ പറക്കും. വീണ്ടും ആ പ്രാവുകൾ താഴെ ഇറങ്ങും ആ പ്രാവുകൾ. അപ്പോൾ 10-ൽ 1 പ്രാവ് ചിലപ്പം ഫുൾ ടൈം ഓടിയാലായി. എന്നാൽ ബാക്കിയുള്ള പ്രാവുകൾ ഒരു 8 പ്രാവ് താരതമ്യേന അതിൻ്റെ പറവ് വളരെ കുറവായിരിക്കും. ഞാൻ പറഞ്ഞ ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ പറക്കാൻ ചാൻസ് ഉള്ളൂ. അത് കാരണം ഇതാണ്, ആ വെയിൽ കൊണ്ട് വരുന്ന ആ ഒരു ഗ്യാപ്പ് കൂടുമ്പോൾ, വെയിൽ കിട്ടാതെ ഉള്ള സമയം, ആ ഗ്യാപ്പ് കൂടുമ്പോൾ പ്രാവിന് ബോഡിയിൽ പുതിയതായിട്ട്, അതായത് ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള വെയിൽ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ പന്തായ ടൈമിന് ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് നമ്മൾ ആ ടൈമിനോട്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് വെയിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള അവസരത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പം പറയുന്ന ഒരു ടിപ്സ്. അപ്പോൾ ഈ ടൂർണമെൻറ്റ് പറത്തുന്നവർക്ക് ചിലപ്പോൾ ഇത് അറിയാം, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കൂടുതൽ ഉണ്ടാവും. അറിഞ്ഞുകൂടാത്തവർക്ക് ഇങ്ങനെ ഒന്ന് പ്രയോഗിച്ച് നോക്കും. നെറ്റും കൂടെ എടുക്കുക, നമ്മളെ ലോഫ്റ്റിനകത്ത് തന്നെ നെറ്റും കൂടെ എടുക്കുക. വെയിൽ കൊള്ളിക്കാൻ പറ്റാത്തൊരവസരമാകുമ്പോൾ നമ്മൾ ഇന്ന് വെയിൽ കൊടുത്തില്ല, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 100 വാൾട്ടിൻ്റെ പഴയ ബൾബ് ഉണ്ടാവും. ഇപ്പോഴേ പല സ്ഥലങ്ങളിലും അത് ഇല്ല, എന്നാലും കിട്ടുന്ന സ്ഥലമുണ്ട്. പഴയ ബൾബ് 100 വാൾട്ടിൻ്റെ ബൾബ് ഒരു 4 അടി ഹൈറ്റിൽ, നെറ്റും കൂടി നിന്ന് 4 അടി ഹൈറ്റിൽ, ഹവായി കൂടെന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് മറവ് പാടില്ല, പ്രകാശം പ്രാവിൻ്റെ ബോഡിയിൽ അടിക്കത്തക്ക ലെവലിൽ. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുക, എന്ന് വെച്ചാൽ നിവർത്തിയില്ലാതെ നമുക്ക് ഒരവസ്ഥയിൽ ഇങ്ങനെ ചെയ്യാം. മഴ കാരണം ഭയങ്കര മഴയാണ്, അല്ലെങ്കിൽ പിന്നെ റെസ്റ്റ് കൂടി പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, വേറെ പ്രശ്നമില്ല. 4 അടി ഹൈറ്റ് ഉയരത്തിൽ പ്രാക്കളെ നെറ്റും കൂടിൽ ഇട്ടതിന് ശേഷം എത്ര പ്രാവിനാണോ നമുക്ക് വെയിൽ കൊള്ളിക്കേണ്ട, സെയിം അതേ സിസ്റ്റമാണ്. 100 വാൾട്ടിൻ്റെ ബൾബ്, 40 വാൾട്ടിൻ്റെ വാങ്ങരുത്, 100 വാൾട്ടിൻ്റെ ബൾബ്
കറക്റ്റ് ഒരു 2 മണിക്കൂർ, 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ 4 അടി ഹൈറ്റിൽ പ്രാവിന്റെ കൂട്ടിന്റെ ഇട്ടിരിക്കുന്ന പ്രാവിന്റെ കൂട്ടിന്റെ മുകളിൽ കത്തിച്ചിട്ടിരിക്കുക. അപ്പം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന വെയിലിന്റെ അതേ ആ ഒരു ഹീറ്റ് പ്രാവിന് കിട്ടും ബോഡിക്ക്. അപ്പോഴേ വീണ്ടും നമ്മൾ വെയിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെയിൽ കൊള്ളിച്ചിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, പ്രാവ് കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ആയി പോകും. അതിന്റെ ബോഡി ചൂടായി നമ്മൾ അടുത്ത പറവയിലോട്ട് വിടുമ്പോഴത്തേക്കും റെസ്റ്റ് ആയിപ്പോയെന്നുള്ള പ്രശ്നം നമുക്ക് വേണ്ട. കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ പ്രാവ് പറന്നു തരും. നമ്മളിപ്പോൾ ടേണിൽ ഓടി വന്നു അല്ലെങ്കിൽ ഓട്ടിച്ചുകൊണ്ട് വന്ന പ്രാവാണ്, ഇപ്പോൾ 9 മണിക്കൂറോളം പറന്ന്, പക്ഷെ ഇപ്പം ഒരാഴ്ച കൊണ്ട് മഴ, ഇനി എന്ത് ആവുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഒരാഴ്ച ചിലപ്പോൾ നമ്മളെ ക്ലൈമറ്റ് അറിയാമല്ലോ ഇപ്പോഴത്തേക്ക്, ഇപ്പം ഭയങ്കര ചൂടാണ്, ഇനി ഇത് കഴിയുമ്പോൾ വീണ്ടും ചിലപ്പം ഉടനെ തന്നെ വലിയ മഴകളുണ്ടാവും. മഴയാക്കി അടുപ്പിച്ച് മഴയായിരിക്കും ചിലപ്പോൾ പെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൂർണമെന്റ് സമയത്തൊക്കെ ചിലപ്പോൾ മഴകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം ഇതുപോലെ ഒരുപാട് റെസ്റ്റ് ആയി പോവാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്സാണ്. 100 വാട്ടിന്റെ ബൾബ് 4 അടി ഹൈറ്റ്, ഒരുപാട് താത്ത് 2 അടി എന്നൊന്നും 2 അടി ഹൈറ്റിലൊന്നും ഇടരുത്. അടി അളവ് അറിയാന്നുള്ള ആരുടെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രം അത് സെറ്റ് ചെയ്യുക. 100 വാട്ടിന്റെ ബൾബ് തന്നെ സെലക്ട് ചെയ്യുക. അതിൽ കൂടുതലുള്ള വാൾട്ടും എടുക്കാൻ പാടില്ല, അതിനെ കുറഞ്ഞ വാൾട്ടും എടുക്കാൻ പാടില്ല. അതിന്റെ കുറഞ്ഞ വാൾട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ അതിന്റെ ഒരു കുഴപ്പം, അത് ബൾബ് വീണ്ടും താത്ത് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ പ്രാക്കൾ ചിറകടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അത് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ 4 അടി ഹൈറ്റിൽ കൂട്ടിന്റെ മുകളിൽ തന്നെ നമ്മൾ 100 വാൾട്ട് ബൾബ് ഇടുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം ഒഴിവായി. ചിറകടിക്കുക അല്ലെങ്കിൽ പ്രാവിന്റെ പറന്ന് ഇനി ബൾബ് പൊട്ടിപ്പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് ഈ 40 വാൾട്ടൊക്കെ ഒഴിവാക്കിയിട്ട് 100 വാൾട്ട് 4 അടി ഹൈറ്റിലോട്ട് പൊക്കി വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മഴ സമയത്ത് ലോഫിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു വെയിൽ കൊള്ളുന്ന ഇതുമായി പ്രാവിന്റെ ആ റെസ്റ്റ് കൂടിയ ഒരു പ്രശ്നം അങ്ങ് മാറി. പ്രാക്കൾ പറത്തുമ്പോൾ റെസ്റ്റ് കൂടിയാലും നമ്മൾ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് മാറും. ഏകദേശം 80% ആ പ്രശ്നം മാറി. എന്നിട്ട് നമുക്ക് പ്രാവിനെ വീണ്ടും അടുത്ത ടൈമിൽ വിടുമ്പോൾ പ്രാവ് പക്ക നല്ല നീറ്റായിട്ട് പറക്കും. ആ ഒരു ടൈമിലോട്ട് കറക്റ്റായിട്ട് വരും. എന്നാൽ ഒരാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 8-10 ദിവസം വരെ റെസ്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രാവ് ഇപ്പോൾ 10 മണിക്കൂർ ഓടിയ പ്രാവ് 10 മണിക്കൂർ കറക്റ്റായിട്ട് ഓടി ഇറങ്ങണമെന്നില്ല. അതിന് മുന്നേ ആയിട്ട് പ്രാവ് ചിലപ്പം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എല്ലാ പ്രാവുകളും അല്ല, 10ൽ 2-3 പ്രാക്കൾ, അതായത് ആ പ്രാവുകൾ 10 അല്ല 15 റെസ്റ്റ് കിട്ടിയാലും കറക്റ്റായിട്ട് പറന്ന് അതിന് ഓടിയ ടൈമിനനുസരിച്ച് ഇറങ്ങാറുണ്ട്. എന്നാൽ എല്ലാ പ്രാവുകളും അങ്ങനെ ഇറങ്ങണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ല നമ്മളെ പ്രാവുകളെല്ലാം പറക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ പറക്കുന്നവരെ പ്രാവ് പറന്നോട്ടെ, റെസ്റ്റ് കൂടിയാലും പറക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല, നല്ല കാര്യമാണ്. പക്ഷേ എന്നാൽ ഇതുപോലെയുള്ള പുതിയ വളർത്തുകാർക്ക്, പയ്യന്മാർ, നമ്മളെ അനിയന്മാർ ഇതുപോലെ വളർത്തുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. അപ്പോൾ മാക്സിമം ഇതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറവ ടൈമർ ആക്കുമ്പോൾ ഗ്യാപ്പ്, അതായത് പറവ ടേൺ ഇടാനുള്ള ഗ്യാപ്പ് കൂടിപ്പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ 100 വാൾട്ടിന്റെ ബൾബ് 4 അടി ഹൈറ്റ് മറക്കണ്ട. 4 അടി ഹൈറ്റിൽ ഒരുപാട് ഓവറായിട്ട് 5-6 അടി ആയിരുന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചൂട് ഇതിനകത്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഹീറ്റ് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ 4 അടി ഹൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാക്സിമം അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലോഫ്റ്റിൽ കിട്ടുന്നതായിരിക്കും. പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്ത് റിസൾട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവര് ആ ഒരു ലോഫ്റ്റിലുള്ള സീക്രട്ട് കാര്യങ്ങളാണ് ഇതൊക്കെ. അവർ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. അറിഞ്ഞൂടാത്തവർക്ക് ഇത് അറിഞ്ഞൂടാ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല ഉപയോഗമാവും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അറിഞ്ഞൂടാത്തവർക്ക് നല്ലൊരു ഉപകാരമാവും. മഴ സമയങ്ങളിൽ ചെയ്യാനുള്ള നല്ലൊരു ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇനി നല്ലൊരു ടിപ്സുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.